എന്ത് കണ്ടിട്ടാണ് വിജയിന്റെ കുടുംബത്തെ നശിപ്പിച്ചവൾ എന്ന രീതിയിൽ തൃശ്ശയെ എല്ലാവരും കൂടി കളിയാക്കണത്? എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ഇപ്പൊ ചുരുക്കി പറഞ്ഞാല് ഇവർ രണ്ടുപേര് ഇൻസ്റ്റാഗ്രാമിൽ വരെ അൺഫോളോ ആയിട്ട് കിടക്കുകയാണ്. കഴിഞ്ഞ 2-3 ദിവസമായിട്ട് വിജയിന്റെ ഡിവൈസിന്റെ കേസിൽ വാർത്തകളിൽ മൊത്തം തൃശ്ശയാണ് അല്ലേ? വലിയ തോതിൽ സൈബർ ആക്രമണമാണ് ഇപ്പൊ തൃശ്ശ നേരിട്ട് ഓടിക്കുന്നത്. കുടുംബത്തെ നശിപ്പിച്ചവള് അല്ലെ, കുടുംബം കലക്കി എന്നൊക്കെ രീതിയിൽ ഒരുപാട് വലിയ വലിയ തെറിവിളികൾ, സൈബർ ആക്രമണം നേരിട്ട് കൊടുക്കുകയാണ് തൃശ്ശ. ഇപ്പൊ ചുരുക്കി പറഞ്ഞ എല്ലാവരും പൊട്ടന്മാരായി. കഴിഞ്ഞ 2-3 ദിവസം സോഷ്യൽ മീഡിയയിൽ മൊത്തം വാർത്തയിൽ തൃശ്ശയാണെന്ന് അറിഞ്ഞു നിൽക്കുന്നത്. എന്തിന്റെ അടിയിൽ പോയി നോക്കിയാലും കുടുംബം കലക്കി, അതേമാതിരി കുടുംബം കലക്കി എന്ന് പറഞ്ഞുകൊണ്ട് തെറി വിളികളുമായിട്ട് തൃശ്ശ ഇങ്ങനെ നേരിട്ട് കൊടുക്കുകയാണ്. ഇപ്പോ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് എല്ലാവരും കൂടി തൃശ്ശയെ കുടുംബം കലക്കി എന്ന് പറഞ്ഞുകൊണ്ട് തെറി വിളിക്കുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാവാത്തത് അല്ലേ? വിജയിന്റെ മകൻ വിജയിനെ ഇൻസ്റ്റാഗ്രാമിൽ അൺഫോളോ ചെയ്തു, ഭാര്യ പിന്നെ എന്നോ അൺഫോളോ ചെയ്ത്, ഇപ്പൊ തൃശ്ശയെ അൺഫോളോ ആയിട്ടാ കിടക്കണത്. ഇപ്പൊ എന്തുകൊണ്ടായിരിക്കും തൃശ്ശ വിജയിനെ അൺഫോളോ ചെയ്തത് അല്ലേ? ഒരു പുടുത്തവും കിട്ടണില്ല. നിങ്ങൾക്ക് വല്ല പുടുത്തവും കിട്ടുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യും അല്ലേ? ഒരു ഊഹം വെച്ചിട്ടല്ലേ എല്ലാവരും കൂടി തൃശ്ശയെ അല്ലേ ഒരു മോശക്കാരിയായിട്ട് ചിത്രീകരിച്ചത് അല്ലേ? ഇവർ രണ്ടാലും വേറെ ഒരു സൈഡ് പ്രണയമുണ്ട് എന്ന നിലക്ക് നിലവിലെ ഭാര്യയുമായി ചെറിയൊരു കേസിൽ വന്നപ്പോ എല്ലാവരും കൂടി ഒരു ഊഹം വെച്ചിട്ട് ആളെ പിടിക്കുകയാണ്. അങ്ങനെയാണ് എല്ലാവരും കൂടി തൃശ്ശന്റെ നേരെ ചാടി വീണത്. കുടുംബം കലക്കി, ഈ കുടുംബം കലക്കിയവൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. സത്യം എന്താണെന്ന് തിരിച്ചറിയാതെ ആരെയും നമ്മൾ കുറ്റപ്പെടുത്താൻ പാടില്ല. അത് തെളിഞ്ഞു കഴിഞ്ഞാൽ അതുവരെ പറഞ്ഞ നമ്മളൊക്കെ ഇതിന് കുറ്റക്കാരാ. അപ്പൊ ആരെയും കുറ്റം പറയാതെ നിൽക്കുക. ഇപ്പൊ നിലവിൽ എല്ലാവരും ഒരു ഊഹം വെച്ചിട്ടാണ് ഇവളാണ് കുടുംബം കലക്കി എന്ന രീതിയിൽ തൃശ്ശയെ എല്ലാവരും കുറ്റം പറയുന്നത്. അതാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നിലവിലിപ്പോ തൃശ്ശയും വിജയും ഒക്കെ രണ്ടുപേരും തമ്മിൽ ഇൻസ്റ്റാഗ്രാമിൽ വരെ അൺഫോളോ ആയിട്ടാണ് കിടക്കുന്നത്. ഇതെല്ലാവരെയും കണ്ണിൽ പൊടിയിടാനാണോ എന്നത് അത് വേറെ ചോദ്യമുണ്ട്. ഏതായാലും ഒരു ഊഹം വെച്ചിട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും തെറി വിളിക്കുന്നത് നിർത്തുക. അതിന് കാര്യമില്ല, നമ്മൾ കുറ്റക്കാരാണ്. അപ്പൊ ഏതായാലും നിങ്ങളെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. നിങ്ങൾ ആദ്യമായിട്ടും കാണുന്നെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ, ബൈ.